നയന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ജലജ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാ സ്വത്തുക്കളും ആ കിളവൻ അവളുടെ പേരിൽ എഴുതാൻ വന്നിരിക്കുന്നു, കണ്ടില്ലേ? ഇവൾ ആരാ? ഇവൾ വന്ന് വലിഞ്ഞു കയറി വന്നവളല്ലേ? ഒരു രൂപയിലും കൊണ്ടുപോകാതെ ദരിദ്രവാസി ഇവളും ഇവളുടെ ചേട്ടത്തെയും. എന്നിട്ട് എല്ലാവരും മയക്കി അവൾ കുപ്പിയിലാക്കിയിരുന്ന് കണ്ടില്ലേ? എന്നിട്ട് ഇനി അവളുടെ ഈ സ്വത്ത് മൊത്തം അവൾക്ക് വേണമല്ലേ? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാവരുടെ മുമ്പിൽ അവളെ ഞാൻ വെറുപ്പിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജ അടുക്കളയിൽ നയന മാറുന്ന സമയം നോക്കി അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. ശേഷം നയന ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡിലെല്ലാം തന്നെ അവൾ കുറേ ഉപ്പ് വാരിയിടുന്നുണ്ട് കേട്ടോ. ഉപ്പെന്ന് പറഞ്ഞാൽ വായി വെക്കാൻ പറ്റാത്തത്ര ഉപ്പ് വാരിയിടുന്നുണ്ട് കേട്ടോ. ഉപ്പ് വാരിയിട്ടതിന് ശേഷം ജലജ അവിടെ നിന്ന് പതിയെ എസ്കേപ്പ് ആവുകയാണ്. ഇതൊന്നും അറിയാതെ നയന വീണ്ടും വന്നിട്ട് ആ കറിയെല്ലാം വെച്ചിട്ടാട്ടോ നയന പോയത്. അതെല്ലാം മാറ്റി അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് നയന. അതിനുശേഷം എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുന്നുണ്ട്. കൈ കഴുകിയിട്ട് എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മീനാക്ഷിയും നയനയും അതുപോലെ തന്നെ ചെറിയമ്മയും കൂടെ കൂടിയിട്ട് എല്ലാം വിളമ്പുന്നുണ്ട്. അപ്പോഴേക്കും നയനയും അതുപോലെ തന്നെ ജാനകിയും കൂടി ടേബിളിൽ ഇരിക്കുന്നുണ്ട്. മീനാക്ഷി എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവരും വിളമ്പി കഴിച്ചോ. മീനാക്ഷി നീയും പോയി കഴിച്ചു എന്ന് പറയുമ്പോൾ വേണ്ട സാറേ, ഞാൻ പിന്നെ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളമ്പി വായിൽ വെച്ചപ്പോൾ തന്നെ മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ ആ ഫുഡ് തുപ്പുന്നുണ്ട്. പുറകെ എല്ലാവരും ഇങ്ങനെ അത് വെച്ച് നോക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താടി നീ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ജലജ ഫസ്റ്റായിട്ട് ഒന്ന് ചോദിക്കുകയാണ് നയനയോട്. നയന പറയാണ്, അയ്യോ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന വായിൽ വെച്ച് നോക്കുമ്പോഴാണ് അത് നിറയെ ഉപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. ഈശ്വര, ഞാനെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ ആ കറിയില്ല വാങ്ങി വെച്ചത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും എരിവും എല്ലാ പാകത്തിനായിരുന്നു. അതിനുശേഷം ഞാനതെല്ലാം അടച്ചു വെച്ചിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയതാ എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ മാനത്തൊന്ന് പറന്നു വീണതാണോ ഉപ്പ് എന്ന് ചോദിക്കാൻ കേട്ടോ ജലജ. അങ്ങനെ ജലജ എഴുന്നേറ്റിട്ട് നശിച്ചുള്ള കാരണം ഒരു നേരത്തെ ആഹാരം പോലും വായിൽ വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും എന്താ മോളെ ഇതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. മുത്തശ്ശി സത്യമായിട്ട് ഞാൻ പറയാം, ഞാനും മീനാക്ഷി ചേച്ചിയും ജാനകി ചേച്ചിയും കൂടെ ജാനകി ചെറിയമ്മയും കൂടിയാണ് എല്ലാം ഉണ്ടാക്കിയും വർക്കൊക്കെ ചെയ്തത്. ജാനകി ചെറിയമ്മയും മീനാക്ഷി എടുത്തിയും വേറെ ഓരോരോ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ കറിയെല്ലാം വെക്കായിരുന്നു. അങ്ങനെ കറിയെല്ലാം വെച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എല്ലാം പാകത്തിനുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനതെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം ഞാനവിടെ നിന്ന് പോയതെന്ന് പറയുന്നുണ്ട്. ഇറക്കി വെച്ചിട്ട് മോൾ എവിടെയാണ് പോയതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം ഞാൻ മുറിയിലേക്കൊന്ന് പോയി, അവിടെ പോയി ഒന്നുകൂടെ ഒന്ന് കുളിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നേരെ ഫുഡ് വിളമ്പുമായിരുന്നെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, ശരി ഞാനൊരു കാര്യം പറയാം, ഇതാരാണ് ഈ ഉപ്പ് വാരിയിട്ടത്? അവരിന്ന് വൈകിട്ടത്തിനുള്ള സത്യം പറഞ്ഞില്ലെങ്കിൽ നടക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, അച്ഛാ ഇന്നേവരോട് എങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ? കഴിക്കുന്ന ഭക്ഷണത്തിൽ ആരെങ്കിലും ഉപ്പ് വാരിടുവോ? ഇത്രയും എല്ലാവരും വിശന്നിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശന് മനസ്സിലാകുന്നുണ്ട് ജലജനെ ഒപ്പിച്ച പണിയാണെന്ന് കേട്ടോ. അപ്പോൾ അതിനോട് തന്നെ ജലജയ്ക്കിട്ട് നല്ലൊരു കുരുക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ മുത്തശ്ശൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് അവിടെ വെച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോവുകയാണ്. നയനയാണെങ്കിൽ ആ ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. ചെറിയമ്മ വന്നിട്ട് പറയാണ്, മോള് കരയണ്ട, അച്ഛന് മനസ്സിലായിട്ടുണ്ട് ഇതാരോ മനഃപൂർവ്വം പണിതാന്ന്. മോളോട് ഇഷ്ടമില്ലാത്ത 2-3 പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവരിൽ ആരിലൊരാളിക്കാനേ സാധ്യതയുള്ളൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അറിയാതെ കൈതട്ടി മോള് വാങ്ങാച്ചതിന് ശേഷം കാണാം കൈതട്ടി മറിഞ്ഞിട്ട് മോളെ അറിയാതെ ഇരുന്നാന്നിരിക്കുമെന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, അങ്ങനെ ഒരു ചാൻസും ഇല്ല, അങ്ങനെ വരാൻ യാതൊരു ചാൻസും ഇല്ല ചെറിയമ്മ എന്ന് പറയുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് അടുക്കി വെച്ചതിന് ശേഷമല്ലേ ഞാൻ കറി വാങ്ങി വെക്കാറുള്ളൂ. ഞാൻ ഇന്നും അങ്ങനെ തന്നെ ചെയ്തത്, ഒരു ചാൻസും ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എന്തായാലും മോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, മുത്തശ്ശനല്ലേ ഏറ്റിരിക്കുന്നത്, അപ്പോൾ അവർക്ക് ഇന്ന് ഇതിനിവിടെയുള്ള പണി കിട്ടിയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുറിയിലേക്ക് ജലജ പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അഭി വരുന്നുണ്ട്. എന്താ അമ്മയാണോ ആ പണിയൊക്കെ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പതുക്കെ പറയണം, ആരെങ്കിലും കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭി പറയാണ്, എനിക്ക് മനസ്സിലായിരുന്നു അമ്മ ആദ്യം തന്നെ റേസ് ആയപ്പോൾ തന്നെ അമ്മയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി, അല്ലാതെ ഇവിടെ ആരും ഇമാതിരി പണി ചെയ്യുകയല്ലോ. എന്താടാ ഞാൻ അത്രയ്ക്കും ചീപ്പാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അല്ലമ്മേ, അവളെ ഇഷ്ടമില്ലാത്തത് ഞാനും അമ്മയും പിന്നെ ആ ദേവയാനിയും വല്യമ്മയും മാത്രമേ ഉള്ളൂ. ദേവയാനി വല്യമ്മ എന്തായാലും ആഹാരത്തിൽ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല, പിന്നുള്ളത് അമ്മയും ഞാൻ തീർച്ചയായിട്ടും ചെയ്യും, അമ്മയുടെ മോനല്ല ഞാൻ എന്ന് പറയുന്നുണ്ട്. ജലജ പറയണം, എല്ലാവരും ഇവിടെ ഇങ്ങനെ ഓരോന്നിനും അവളെ വെറുക്കണം, ഓരോരോ ജോലികളോ ചെയ്യുമ്പോഴും അതെല്ലാം ഞാൻ കുളവാക്കും. ഇവിടെ എല്ലാവരെയും ജോലി ചെയ്തല്ലേ അവളെ കയ്യിലെടുത്തിരിക്കുന്നത്, അതെല്ലാം ഞാൻ നശിപ്പിക്കും. അങ്ങനെ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തൂത്തുവാരി എറിയും. സ്വത്തുക്കളെല്ലാം ആ കിളവൻ അവളുടെ പേരിൽ എഴുതാൻ നിൽക്കുന്നു, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
അപ്പോഴേക്കും അബി പറയാണ് എന്താ അമ്മയുടെ പ്ലാന്. മുത്തശ്ശൻ എന്തോ നന്നായിട്ട് പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു കേട്ടില്ലേ, ആരാണെങ്കിലും ഇന്ന് വൈകിട്ടത്തിനുള്ളിൽ ചെന്ന് പറയണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും എന്ന് പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറയണം എൻ്റെ പൊന്നു പോട്ട, എന്തെങ്കിലും അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഉടനെ ഭയങ്കര സമ്മതിച്ചേക്കരുത്. ഞാൻ നിന്നോട് പോലും പറയില്ലായിരുന്നു, നീ പിന്നെ ഇങ്ങോട്ടൊന്ന് എറിഞ്ഞിട്ടത് കൊണ്ട് മാത്രം ഞാൻ നിന്നോട് പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മേ, ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവർക്കും അറിയാം അമ്മ തന്നെ ആയിരിക്കും ഇത് ചെയ്തതെന്ന്, അല്ലാതെ വരാൻ യാതൊരു ചാൻസും ഇല്ല. പിന്നെ ഞാൻ ചെയ്തു, നിനക്കെന്താ? എന്തായാലും അടുക്കളയിലൊന്നും ആരും CCTV കൊണ്ട് വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ അതുകൊണ്ട് ഓർത്ത് പേടിക്കൊന്നും വേണ്ട, എന്നെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശനൊരു ഒരു കോമഡി പ്ലാനിങ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പൂജാരി സന്ധ്യസമയം വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പൂജാരിയുടെ മുത്തശ്ശൻ പറയാണ് ഇന്ന് ഈ വീട്ടിലൊരു ചതിപ്രയോഗം നടന്നിരിക്കുന്നുണ്ട്. അത് വലിയൊരു ചെറിയ തെറ്റാണെങ്കിൽ പോലും അത് വലിയ തെറ്റായിട്ട് തന്നെ കാണണം. കാരണം ഇന്ന് ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്താൽ നാളെ വിഷം ചേർക്കാനും മടിക്കില്ല. അയാൾ നാളെ വിഷം ചേർത്ത് ഈ വീട്ടിലുള്ള എല്ലാവരെയും കൊന്നാൽ എന്ത് ചെയ്യും? ഈ സ്വത്തുക്കൾ മൊത്തം അടിച്ചു മാറ്റാൻ അവർക്കത് ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് ആത്മഹത്യ എന്നെല്ലാം വരുത്തി തീർത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു പൂജാകർമ്മം ചെയ്യാൻ പോവാം. ആ ഉപ്പ് വാരിട്ടത് ആരാണെങ്കിലും ഇപ്പോൾ ഇവിടെ വെളിച്ചത്ത് വന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറയാൻ കേട്ടോ, ആ ഒരു ആഗ്രഹമൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും ഞാനാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൂജാരി പൂജകളൊക്കെ ചെയ്യുമ്പം അബി ചോദിക്കുകയാണ് അമ്മേ, ഈ പൂജാരിയെ കൊണ്ട് വിളിച്ചിട്ടെന്താ വെറ്റിലയിൽ വല്ലോ തേച്ചിട്ട് ആളെ കണ്ടുപിടിക്കാനാണോ? എടാ അതൊന്നും അല്ല, മറ്റെന്തോ ഒരു പരിപാടിയാണ്, നമുക്ക് നോക്കി നിൽക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൂജാരി മന്ത്രമെല്ലാം ജപിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ കേട്ടോ കുറച്ച് പ്രസാദങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ പ്രസാദം എല്ലാവരും കയ്യിൽ മേടിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പൂജാരി പറയുന്നുണ്ട് ഞാൻ എല്ലാ പൂജാകർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു മൂർത്തി സാറേ, ഇനിയുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ പൂജാരി പറയുന്നുണ്ട് വേറൊന്നുമല്ല, ഞാൻ ഈ പ്രസാദം എല്ലാവരും കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ആരാണോ തെറ്റിയത് അയാളിപ്പോൾ രക്തം ഛർദ്ദിച്ച് ഇവിടെ കിടന്ന് പിടിഞ്ഞു മരിക്കും എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ് അത്രയ്ക്ക് വേണ്ടായിരുന്നു, രക്തം ഛർദ്ദിച്ചാൽ മാത്രം മതിയായിരുന്നു, അപ്പോൾ ആളെ കണ്ടുപിടിക്കാമല്ലോ, പിടിഞ്ഞു മരിച്ചാൽ ആ ഒരു ജീവൻ പോവില്ലേ എന്ന് പറയുമ്പം ജോത്സ്യൻ പറയുന്നുണ്ട് പോകണം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഭൂമുഖത്തു നിന്ന് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവരെ പോലുള്ളവർ മൂർത്തി സാർ പറഞ്ഞ പോലെ വിഷം ചേർക്കാനും മടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൾ ആകെപ്പാടെ പേടിച്ചിട്ട് ആ ഒരു ഭസ്മം കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചിട്ട് പറയാണ് അയ്യോ ക്ഷമിക്കണം, എല്ലാവരോടും ക്ഷമിക്കണം, നയനെ എല്ലാവരും വെറുക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു പ്ലാനിങ് ആയിരുന്നു അത്, എന്നോട് ക്ഷമിക്കണം, അറിയാതെ സംഭവിച്ചു പോയാന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുത്തശ്ശൻ്റെയൊക്കെ കാലിൽ പോയി വീഴുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനും പറയാണ് നീ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു, പിന്നെ നിൻ്റെ ഭാഗം എല്ലാവരും മുമ്പിൽ വെച്ച് നീ പറയണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് പൂജാരി ചെയ്തത് അത്രയ്ക്കും തെറ്റായ പൂജാകർമ്മങ്ങളൊന്നും അല്ല, എല്ലാവരും നല്ലതിനു മാത്രമാണ്, എല്ലാവരും അത് നെറുകയിലൊക്കെ തൊട്ടോ, അത് സാധാരണ ഭസ്മമാണ് എന്ന് പൂജാരി പറയുന്നുണ്ട്. അപ്പോഴാണ് തനിക്ക് പറ്റി അമളി ജലജ മനസ്സിലാക്കിയത്. ജലജ ആകെപ്പാടെ അങ്ങ് അമളി പറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനെ പറയാണ് എന്തായാലും എന്നോട് ഇത്രയ്ക്കും ക്രൂരത വേണ്ടായിരുന്നു, കഴിച്ച ഭക്ഷണത്തിലല്ലേ ചേർത്തത്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എത്രയോ പേര് അലയുന്നുണ്ട്, അതിനിടയ്ക്ക് അത്രയും ഫുഡിനകത്ത് ഉപ്പ് വാരിയിട്ടത്, ഇതേ നിങ്ങളുടെ ദൈവം ചോദിക്കുമെന്നും പറഞ്ഞിട്ട് നയന പോകുന്നതിന് കേട്ടോ. അപ്പം മുത്തശ്ശൻ എന്താണ് ശിക്ഷ കൊടുത്തതെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.